ഹായ് ഓൾ. സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതേണ്ട കാര്യം ഇല്ല. ആ ധാരണ നമ്മൾ മാറ്റുകയാണ് വേണ്ടത്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ തലച്ചോറിന് പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും കേടുപാടുകൾ സംഭവിച്ച ഭാഗങ്ങളെ പുനർനിർമ്മിക്കാനുമുള്ള ഒരു കഴിവുണ്ട്. പണ്ടുകാലത്ത് നമ്മൾ വിശ്വസിച്ചിരുന്നത് നമ്മുടെ ബ്രെയിന് ഒരു വളർച്ച പൂർത്തിയായി കഴിഞ്ഞ ശേഷം മാറ്റങ്ങൾക്കൊന്നും വിധേയമാകുന്നില്ല എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി വഴി ബ്രെയിന് ജീവിതകാലം മുഴുവൻ മാറിക്കൊണ്ടിരിക്കാമെന്നാണ് ശാസ്ത്രം തെളിയിക്കുന്നത്. ബ്രെയിൻ റീട്രെയിനിങ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നമ്മൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, സ്ട്രോക്ക് വന്നുള്ള ഒരു പേഷ്യൻറ്റിന് കാലിൻ്റെ പാദം ചലിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ തറയിൽ മുട്ടിയിരിക്കുക, ഫുഡ് ഡ്രോപ്പ് എന്ന് പറയും, അങ്ങനെ ഒരു കണ്ടീഷനുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ട്രെയിനിങ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു കസേരയിൽ ഇരിക്കുക, 2 പാദങ്ങളും തറയിൽ പൂർണ്ണമായിട്ട് വെക്കുക, ഉപ്പൂറ്റി തറയിൽ നിന്ന് ഉയർത്താതെ പാദത്തിൻ്റെ മുൻഭാഗം മാത്രം മുകളിലേക്ക് ഉയർത്തുക. 1 സെക്കൻഡ് അവിടെ പിടിച്ചു നിർത്തുക, ശേഷം സാവധാനം താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകാം, ഇത് ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാർ അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റത്തില്ലാത്തവർ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ സീറോ ആക്റ്റീവ് മൂവ്മെൻ്റ് ഉള്ളവർക്ക് പാസീവ് റേഞ്ച് ഓഫ് മോഷൻ, മെൻ്റൽ ഇമേജറി, സെൻസറി സ്റ്റിമുലേഷൻ, മിറർ തെറാപ്പി, ഫങ്ഷണൽ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ, അങ്ങനെ വേറെ പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആദ്യത്തെ എക്സർസൈസിലേക്ക് തന്നെ വരാം. കസേരയിലിരുന്ന് പാദം ഇങ്ങനെ മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തലച്ചോറിൽ നിന്ന് കാലിൻ്റെ പേശികളിലേക്ക് ഒരു സിഗ്നൽ പോകുന്നു. ചലനം നടന്നില്ലെങ്കിലും ആ സിഗ്നൽ അയക്കാൻ തലച്ചോറ് ശ്രമിക്കുന്നുണ്ട്. ഈ ആവർത്തിച്ചുള്ള ശ്രമം തലച്ചോറിലെ നശിച്ചുപോയ പാതകൾക്ക് പകരമായി പുതിയ ന്യൂറൽ പാത്വേ ഉണ്ടാകാൻ സഹായിക്കുന്നു. അടുത്തൊരു പോയിൻ്റാണ് ഫോക്കസ്ഡ് അറ്റൻഷൻ. ഇതിൽ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്, ശ്രദ്ധ. നമ്മൾ വെറുതെ പാദം ചലിപ്പിക്കുകയല്ല, മറിച്ച് എൻ്റെ പാദം ഇപ്പോൾ മുകളിലേക്ക് ഉയരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് വ്യായാമം ചെയ്യുമ്പോൾ തലച്ചോറിൽ ഡോപ്പാമൈൻ പോലെയുള്ള കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് പുതിയ സിനാപ്റ്റിക് കണക്ഷൻസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഇനി ആവർത്തിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ശക്തി, ദ പവർ ഓഫ് റെപ്പിറ്റീഷൻ. എന്താണ്? ഒരു ചെറിയ ചലനം പോലും ദിവസത്തിൽ പലതവണ ആവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നമ്മുടെ ബ്രെയിനിൻ്റെ കോശങ്ങൾ കൂടുതൽ ശക്തമാകുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു കാട്ടിലെ വഴി കൂടി കൂടുതൽ പേര് നടക്കുമ്പോൾ അതൊരു വലിയ ഒരു പാതയായിട്ട് മാറുന്നത് പോലെ തുടർച്ചയായ വ്യായാമം തലച്ചോറിലെ ഈ ചലനപാതയെ സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനിയൊരു പോയിൻ്റ് സെൻസറി മോട്ടോർ ലൂപ്പാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പാദം ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ നമ്മുടെ ആംഗിളിൽ നിന്നും നമ്മുടെ ഫുട്ടിൽ നിന്നും ചെറിയ ഞരമ്പുകൾ, മെക്കാനോ റിസെപ്റ്റേഴ്സ്, അത് ആക്ടിവേറ്റ് ആകുന്നു. പാദം ഇപ്പോൾ എത്രത്തോളം ചലിച്ചു, എവിടെയാണ് എന്നുള്ള സിഗ്നലൊക്കെ സൊമാറ്റോ സെൻസറി